പാവങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു ബെനിഫിറ്റിൻ്റെ അത് കൈയിട്ട് വാരി പാവങ്ങൾ ഒരു വീട് വെക്കുന്നുണ്ടെങ്കിൽ നികുതി പണം കുത്തനെ കൂട്ടി എല്ലാവരെയും കണ്ണീരിൻ്റെ അങ്ങേ തലം കത്തിച്ച് നിങ്ങൾക്ക് വേണ്ടി എന്താ പറയുക കലാശക്കൊട്ടിന് ഡാൻസ് ചെയ്തവർ വരെ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ലേ? നിങ്ങൾക്ക് വേണ്ടി വിളംബരം ചെയ്തവർ വരെ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ലേ? ഏത് രീതിയിലാണ് നിങ്ങൾ തോറ്റ് പാളീസായി പോവാന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തോറ്റുപോയൊരവസ്ഥ. എന്തുകൊണ്ടാണ് ഈ തോൽവി വന്നതെന്ന് തീർച്ചയായിട്ടും പാർട്ടി വിശകലനം ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ തോൽവി വന്നതെന്ന്. അതിന് ഒരേ ഒരു കാരണമുള്ളൂ, നിങ്ങളുടെ വെറും അധികാര കുന്തളിപ്പ് കൊണ്ട്. വീട്ടിലിരുന്ന് നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളുള്ള വീടേ തയ്ക്കുള്ളൂ. നിങ്ങൾ സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ടാക്കിയത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പാവപ്പെട്ടവർക്കല്ല, നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക്. ഒരു കർട്ടന് 7 ലക്ഷം രൂപ നിങ്ങൾ ചെലവാക്കാൻ ഒരു മടിയും കാണിച്ചില്ല. കിടന്നുറങ്ങുന്ന ബെഡിന് വരെ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ ചെലവഴിച്ച് നിങ്ങളുടെ ചികിത്സക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച ചികിത്സ നൽകുന്നത് ആരോഗ്യ വകുപ്പ് ആണ് എന്ന് പറഞ്ഞ് വാതോരാതെ പറഞ്ഞ നിങ്ങൾക്കൊരു അസുഖം വന്നാൽ നിങ്ങൾ നേരെ ജനങ്ങൾ കൊടുക്കുന്ന പണം എടുത്തുങ്ങാൻ അങ്ങ് അമേരിക്കയിൽ പോയി ചികിത്സിച്ച് എത്ര പാവപ്പെട്ട ആളുകളുടെ കൈയിട്ട് വാരി നിങ്ങൾ. അവർക്കൊരു വീടുണ്ടാക്കണമെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ച ഒരു പാവം യൂട്യൂബറെ നിങ്ങൾ അടിച്ച് ചതച്ചില്ലേ? നിങ്ങൾ നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറും വേസ്റ്റ് ആയിട്ട് ഒരു ബസ് ഉണ്ടാക്കിയില്ല. കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ മുക്കി എടുത്തുങ്ങാൻ ഒരു ബസ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് അതിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ജനം മറന്നു പോകുന്നതാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത്? തന്നില്ലേ, അണ്ണാക്കിൽ തന്നില്ലേ ജനങ്ങൾ? നിങ്ങൾക്ക് കിട്ടിയല്ലോ, നല്ല ആവശ്യത്തിനേറെ കിട്ടിയല്ലോ. ഇനി നിങ്ങൾ ഇതും കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? വീട്ടിലിരിക്കേണ്ട അവസ്ഥ ആയില്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം ജനം മര്യാദക്ക് ഒരു പവർ കട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് തോരാതെ പ്രസംഗിച്ചില്ലേ? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു കുട്ടിക്ക് വരെ ലക്ഷങ്ങളുടെ കടബാധ്യത നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ഇത്രത്തോളം ഈ വയനാട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ദുരന്ത ഭൂമിയിൽ 700 സംതിങ് കോടി രൂപ, 400 ചില വീടുകളാണ് അവിടെ ഇല്ലാതായിട്ടുള്ളത്. ആളൊന്നൊരു 50 ലക്ഷം വെച്ച് കൊടുത്താലും നിങ്ങൾക്ക് ബാക്കി പൈസ ഉണ്ടാവില്ലേ? 1 കോടി കൊടുക്കേണ്ട 50 ലക്ഷം വെച്ച് കൊടുത്തിട്ടുണ്ടല്ലേ, പോട്ടെ 20 ലക്ഷം കൊടുക്ക്. എന്നിട്ട് അവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുത്തു. ഒരു വീട് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വീടുകളിൽ കയറി താമസിക്കാനുള്ള വകുപ്പ് ഉണ്ടോ? ആ വീട്ടിൽ ഇപ്പൊ താമസിക്കാൻ പറ്റുമോ? താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീട് നിങ്ങൾ എന്ത് തേങ്ങ കൊടുത്തതാണ്? ബാക്കി ഇത്രയും നിങ്ങൾ കൊടുത്തതിന് ജനം ഓരോ MLA കയ്യിൽ നിന്ന് ശമ്പളം വരെ പിടിച്ച് പാവങ്ങളുടെ പൈസ കണ്ടമാനം നമ്മളെല്ലാവരും കൊടുത്തിട്ടുള്ള പൈസ മുഴുവനും നിങ്ങൾ അവിടെ വെച്ചിട്ട് അവർക്ക് കുറച്ച് പൈസ കൊടുത്ത് ബാക്കി നിങ്ങൾ മുക്കിയതല്ലേ ശരിക്കും? നിങ്ങൾ ഈ പണം കൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്? ഇത്രത്തോളം ദുരന്ത ഭരണം നിങ്ങൾ ഉണ്ടാക്കി വെച്ചതിന് ഇന്ന് നിങ്ങൾ അനുഭവിക്കുകയാണ്. നിങ്ങൾ അനുഭവിക്കണം. നിങ്ങൾ അനുഭവിക്കാതെ പോല എത്ര മന്ത്രിമാരാണ് തോറ്റുപോയത്? എന്തിന് പറ്റും? എന്ത് ഗതികെട്ട ഭരണമാണെന്നുള്ളത് നിങ്ങൾ തിങ്ക് ചെയ്തോളാം. എത്ര മോശമായിരുന്നു ജനങ്ങളോട് ഞങ്ങൾ സമീപിച്ച്. കടക്കുപുറത്ത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അതൊക്കെ നീ വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ മതി നിങ്ങളെല്ലാവരും.